ഹായ് ഹലോ. ഇനി നമുക്ക് ചിക്കൻ വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞേക്കാം. എല്ലില്ലാത്ത ഭാഗത്തുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുക്കണം. പിന്നെ ഈ ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം കുറച്ചുകൂടെയൊക്കെ ഭയങ്കര ഇതായിട്ട് നോക്കുന്നവർ എന്ത് ചെയ്യുക, സ്പൂണോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം വെള്ളമൊന്നും വെക്കണ്ട കേട്ടോ. ഗ്യാസിൽ വെച്ച് സ്റ്റൗവിൽ ഒരു കുക്കറിലൊരു ഒരു വിസിൽ കേട്ടാൽ മതിയായിരിക്കും. അപ്പോൾ ഒരു വിസിൽ കേൾക്കുന്നത് വരെ നമ്മൾ പിന്നെ കുക്കറിൽ വെക്കുക. എനിക്ക് എവിടെയൊക്കെ പറയുന്നത് തെറ്റിയിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ കേട്ടതിന് ശേഷം മാത്രം ഇത് പിന്നെ എന്താണ് കുറച്ച് വേവാൻ വെച്ചതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കിയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ സവാള വേണം, പിന്നെ ഈ മുട്ടക്രോസ്, പിന്നെ എന്താണ് മറ്റേ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടുന്നത് കുരുമുളകാണ്. ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം കുരുമുളകാണ്. പിന്നെ ഒരു ശകലം വെളുത്തുള്ളിയും ശകലം ഇഞ്ചിയും കൂടി ചതച്ച് ഇതുപോലെ ഇടണം കേട്ടോ. ഇഞ്ചി ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ കുരുമുളകും മറ്റേ വെളുത്തുള്ളിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമ്മുടെ പിന്നെ എന്താണ് മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിനോടൊപ്പം ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച ആ ബ്രെഡിലാണ് സാധാരണ ഈ മിക്സ് ചേർക്കുന്നത്, ഇതുപോലെ ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രെഡ് വേണമെങ്കിൽ കുറച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് അതോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫുള്ളൊരു ബ്രെഡിനകത്ത് ഫില്ല് ചെയ്യുക. ഇങ്ങനെ ഒരെണ്ണം മുകളിൽ വെച്ചിട്ട് നടുക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ ഫില്ലെടുത്ത് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു. ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. പിന്നെ എല്ലാം അരിയുന്നത് കൊത്തി അരിയണം, കുഞ്ഞായിട്ട് അരിയണം. ഞാനിവിടെ സവാള നീളത്തിലാണ് അരിഞ്ഞത്, എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. നിങ്ങളങ്ങനെ ചെയ്യരുത്, കൊത്തി അരിയുക. എല്ലാ സംഭവങ്ങളും കൊത്തി അരിയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.